മിക്സഡ് ഗപ്പി എന്ന് പറഞ്ഞാൽ അതും സാധാരണ ഗപ്പികൾ തന്നെയാണ്. അവർക്കും നമ്മൾ മറ്റ് ഗപ്പികൾക്ക് കൊടുക്കുന്ന കെയർ എല്ലാം കൊടുക്കണം. മിക്സഡ് ഗപ്പികൾക്കാണ് ഇപ്പോൾ മറ്റ് ഫാൻസി ഗപ്പികളെക്കാളും പ്രിയം കൂടി വരുന്നത്. ഇപ്പോൾ മിക്സഡ് ഗപ്പികളുടെ ഒരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ജനങ്ങൾ ഈവൻ ഹോബിയിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത് മിക്സഡ് ഗപ്പികളെയാണ്. കാരണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, മിക്സഡ് ഗപ്പികൾ കാഴ്ചയിൽ ഭംഗി കൂടുതലാണ്, പ്രതിരോധശേഷി കൂടുതലാണ്, അവരുടെ ആ ഒരു എല്ലാം കൊണ്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇപ്പോൾ ഹോബിയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ടാങ്കിനകത്ത് ഒരുപാട് ഗപ്പികളെ വിവിധ നിറങ്ങളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ ജസ്റ്റ് ഒരു നമ്മുടെ യെല്ലോ ടൈഗർ കിങ് കോബ്ര അങ്ങനെ ഒരു വെറൈറ്റിയെ കുറേ എണ്ണത്തിനെ വളർത്തിയിട്ട് ഹോബിയിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അത് ആ ഒരു രീതിയിൽ വെറും ഫാൻസി ഗപ്പികളെ മാത്രം എന്തെങ്കിലും ഒരു എയിമിൽ വളർത്തുന്നവർക്ക് മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു അക്വേറിയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വെറൈറ്റി ആരും പ്രിഫർ ചെയ്യില്ല. മിക്സഡ് ഗപ്പികൾക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. അപ്പോൾ മിക്സഡ് ഗപ്പി വളർത്തുന്നതിൽ ആൾക്കാരുടെയൊക്കെ വിചാരം ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കുറച്ച് ഗപ്പികൾ അതിനകത്ത് ഇട്ടാൽ അതങ്ങ് വളർന്നോളും എന്നുള്ളതാണ്. എന്നല്ല, സാധാരണ നമ്മൾ എല്ലാ ഗപ്പികൾക്കും കൊടുക്കുന്ന എല്ലാവിധ പരിഗണനകളും ഈ മിക്സഡ് ഗപ്പികൾക്കും കൊടുക്കേണ്ടതുണ്ട്. അവരും ഗപ്പി തന്നെയാണത് എന്ന് നമ്മളൊരു മുമ്പ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു. പുള്ളി കമൻ്റ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിക്സഡ് ഗപ്പി ടാങ്കിനകത്ത് ഹീറ്ററും സ്പോഞ്ച് ഫിൽറ്ററൊക്കെ കാണുന്നതെന്ന്. കളിയാക്കിയിട്ടതാണോ അല്ല നല്ല രീതിയിൽ ഇട്ടതാണോ എന്നറിയില്ല. എന്തായാലും ഇവിടുത്തെ ഈ തണുപ്പിൽ മിക്സഡ് ഗപ്പിയാണോ ഫാൻസി ഗപ്പിയാണോ നോക്കിയിട്ടൊന്നുമല്ല തണുപ്പ് എഫക്റ്റ് ചെയ്യുന്നത്. തണുപ്പ് എല്ലാ ഗപ്പിയേക്കും തണുപ്പ് തന്നെയാണ്. ബിലോ 15 ഡിഗ്രി ഒക്കെ പോവുകയാണെങ്കിൽ ഗപ്പികൾ ഒന്നുകിൽ ചത്തുപോകും, ഇല്ലെങ്കിൽ വളരില്ല, ഇല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കില്ല, എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ എല്ലാ ടാങ്കുകളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മിക്സഡ് ഫാൻസി അങ്ങനെയുള്ളതൊന്നും നോക്കിയിട്ടല്ല നമ്മളിവിടെ ഒന്നും കൊടുക്കുന്നത്. മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, മിക്സഡ് ഗപ്പികൾക്ക് താഴെ തീറ്റയും ഫാൻസി ഗപ്പികൾക്ക് നല്ല ക്വാളിറ്റി തീറ്റയും കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫാൻസി ബ്രീഡുകൾക്ക് എന്താണോ ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്നത് അതേ ഫുഡ് മിക്സഡ് ഗപ്പികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇരട്ടിയോളം പ്രൊഡക്ഷൻ ഉണ്ടാവും, ഇരട്ടിയോളം സാധനം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും വളർന്നു വരുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറും ഒരു ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യരുത്. നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു പാഷൻ കൂടി ആയിരിക്കണം ഇത് ഈ ഗപ്പി വളർത്തൽ അല്ലെങ്കിൽ മറ്റ് പെറ്റ്സുകൾ എന്ന് പറയുമ്പോൾ. ഈ പെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയുക, ഒരു മനസ്സുമായിട്ട് എത്ര ഇണങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളത് വെറും ഒരു ബിസിനസ്സായിട്ട് കാണരുത്. നമ്മൾ ആ ഒരു പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ മിക്സഡ് ഗപ്പികൾക്കും നോർമൽ നമ്മുടെ ഫാൻസി ഗപ്പികൾക്കും ഒരേ പരിഗണന കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് 2 ദിവസം മുമ്പ് വന്നായിരുന്നു. പുള്ളി പറഞ്ഞു, എനിക്കും ഒരു മിക്സഡ് ഗപ്പി ടാങ്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് ഗപ്പികളെ തരാമോ എന്ന് ചോദിച്ചു. അവൻ ഇതിനകത്ത് കുറച്ച് ഗപ്പികളെയും കുറച്ച് കുഞ്ഞുങ്ങളെയും പ്ലാന്റ്സും എല്ലാം കൂടെ കൊണ്ടുപോയി. അവൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, RTMA ഫീഡ് ചെയ്യാറുണ്ട് 2 തവണ. എല്ലാ ടാങ്കിലും ഫീഡ് ചെയ്യുന്ന പോലെ ഇതിലും ഫീഡ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളർന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ RTMA കൊടുത്തേ പറ്റുള്ളൂ. നമ്മളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പായലും പുല്ലൊക്കെ തിന്ന് വളരും. പക്ഷേ എന്താ പറയുക, നമ്മൾ ആ ഒരു വിവേചനം കാണിക്കരുത്. അതുകൊണ്ട് ഞാൻ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ടാങ്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ടാങ്ക് എടുത്തിട്ട് കുഞ്ഞുങ്ങളെല്ലാം അതിനേക്ക് പിടിച്ചിടും. അങ്ങനെയാകുമ്പോൾ അവർക്ക് നമുക്കൊരു 3 നേരം തീറ്റ കൊടുക്കാൻ അവരെ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. 1 മാസം വളർത്തി തിരിച്ച് ടാങ്കിലേക്ക് വിട്ടോളൂ, കുഴപ്പമില്ല. വളർച്ചയുടെ ആ ഒരു സമയത്ത് അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. പിന്നെ ഭാവിയിലേക്കുള്ള നല്ല ഒരു എന്താ പറയുക, ഈ മിക്സഡ് ഗപ്പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം ബ്രൂഡ് സ്റ്റോക്ക് തന്നെയാണ്. അതിനകത്തുള്ള എല്ലാത്തിനെയും നമ്മൾ കുഞ്ഞുങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് വല്ല വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അതിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ പിടിച്ച് മാറ്റാറുണ്ട്. ഉദാഹരണത്തിന് ഈ നട്ടല് വളയുന്നത് പോലെയുള്ളതൊക്കെ കാണാറുണ്ട്. കാരണം അതിനകത്ത് ഇൻബ്രീഡിങ്ങും എല്ലാ ബ്രീഡിങ്ങും അങ്ങ് നടക്കുകയല്ലേ, എല്ലാം ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ അങ്ങനെയുള്ളതൊക്കെ നമ്മളെടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ എടുത്ത് സെപ്പറേറ്റ് ടാങ്കിൽ മാറ്റി അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും വളർത്തി, പിന്നെ ഇതാണും പെണ്ണും തിരിക്കാനൊന്നുമില്ലല്ലോ, 1 മാസത്തോളം വളർത്തി കഴിഞ്ഞ് തിരിച്ച് ആ ടാങ്കിലേക്ക് തന്നെ ഇടും. ഇല്ലെങ്കിൽ ആ ടാങ്കിൽ ഗപ്പികളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറൊരു ടാങ്കിലേക്ക് ഇടും. ഇത്രയും ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് സെപ്പറേറ്റ് ആക്കാം. നമ്മൾ ഈ ഒരു ടാങ്കാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഈ ടാങ്കിൽ തന്നെയുള്ള വെള്ളം നിറച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റാം. 1 മാസത്തേക്ക് വളരാൻ ഇവർക്ക് ഈ ഒരു ടാങ്ക് ധാരാളം മതി. ഈ ഒരു ടാങ്കിനകത്ത് ഇവരെ വളർത്തി കഴിഞ്ഞാൽ ഇവരെ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പികളാക്കി നമുക്ക് തിരിച്ച് ഈ ടാങ്കിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു സെപ്പറേറ്റ് മിക്സഡ് ഗപ്പി ടാങ്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും കുഴപ്പമില്ലല്ലോ. കാരണം എപ്പോഴും നമ്മൾ എല്ലാ ഫിഷുകളെയും ഒരേ ടാങ്കിനിട്ട് വളർത്താൻ ശ്രമിക്കരുത്. കാരണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്,
എല്ലാ മുട്ടയും ഒരു കൊട്ടയിലിട്ട് വെക്കരുതെന്ന് പറയാറില്ലേ, അതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം കുറച്ച് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിലുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിൽ നിന്ന് ഒരു പാതിയോളം വെള്ളം പിടിക്കുക, എന്നിട്ട് പിന്നെ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയൊക്കെ നമുക്കിത് ഗ്രാജുവലായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. വേറെ പുറത്തുനിന്നുള്ള വെള്ളം എടുത്ത് സഡൻലി പുറത്തുനിന്നുള്ള വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങളെ എടുത്തിടരുത്. കാരണം ആ ഒരു ഷോക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഇതിലിപ്പോൾ എങ്ങനെ നോക്കിയാലും 100-ന് മേലെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനിട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആർട്ടീമിയ ഒന്നും ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. കാരണം ആർട്ടീമിയ, ഈ ബ്രൈൻ ഷ്രിമ്പ് വിരിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗപ്പികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഫുഡ്. നമ്മൾ ഇടുമ്പോൾ തന്നെ എല്ലാവരും കൂടെ അങ്ങ് അത് ഷെയർ ചെയ്ത് കഴിച്ചു കളയും. ഇവർക്കൊന്നും കിട്ടില്ല. കാരണം ഇപ്പോൾ പാരൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഏകദേശം 50-ന് മേലെ, 50 അല്ല അതിൽ കൂടുതൽ ഗപ്പികളുണ്ട്, വലുത് തന്നെ, അഡൽട്സ് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് മാറ്റാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ടായിരുന്നു ഗപ്പികളെ നെറ്റ് കൊണ്ട് പിടിക്കരുതെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാനുള്ള പ്രാക്ടീസ് കുറവാണ്. അപ്പോൾ നെറ്റ് കൊണ്ട് പിടിക്കുമല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഓക്കെ, നെറ്റ് കൊണ്ട് പിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരെ അധികം ഉപദ്രവിക്കാതെ ജസ്റ്റ് അവരിങ്ങനെ മേലെ കൂടെയാണ് സ്വിം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തൂടെ നെറ്റ് കൊണ്ടുപോയി നമ്മളിങ്ങ് പൊക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ വരും. അതുപോലെ തിരിച്ച് ഈ നമ്മൾ ഈ പുതിയ ടാങ്കിലേക്ക് ഇടുമ്പോഴും ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി, അവരതിൽ നിന്ന് വളരെ സ്ലോ ആയിട്ട് ഇറങ്ങിപ്പോയിക്കോളും. നമ്മൾ അതിനെ ടച്ച് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പോകരുതെന്നാണ് ഞാൻ പറയുള്ളൂ. പൊതുവേ എല്ലാവരും പറയുന്നത് കൈകൊണ്ട് പിടിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ ഇരുന്നാലും ഇതിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൈകൊണ്ടാണെങ്കിൽ പിടിച്ച് തീരില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൈകൊണ്ട് പിടിക്കുമ്പോഴാണ് ഗപ്പികൾക്ക് സ്ട്രെസ്സ് കൂടുന്നത്. എന്നാൽ ചിലർ പറയുന്നത് നെറ്റ് കൊണ്ട് പിടിച്ചാൽ ഗപ്പികൾക്ക് സ്ട്രെസ്സ് വരുന്നതാണ്. ഗപ്പികൾക്ക് സ്ട്രെസ്സ് വരില്ല, വല്ല പരിക്കും വരാനേ ചാൻസ് ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് ബോഡി ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊന്നും തട്ടിപ്പോവാതെ ടാങ്കിൻ്റെ സൈഡിലേക്ക് അവർ ചേർത്ത് പിടിക്കരുത്. ഇത് ഞാനിപ്പോൾ ചെയ്തതുപോലെ താഴെ കൂടെ മാത്രമേ പിടിക്കാവൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇതിനകത്തേക്ക് മാറ്റുന്നത് കുഞ്ഞുങ്ങൾ പോലും അറിയുന്നില്ല. കാരണം അവരുടെ സെയിം വെള്ളമാണ്. വെള്ളം മാറിക്കഴിഞ്ഞാലേ അവർക്ക് ആ ഒരു സഡൻ ഒരു ഷോക്ക് ഫീലിംഗ് വരുള്ളൂ. അപ്പോൾ അവരുടെ സെയിം വെള്ളത്തിലേക്ക് തന്നെയാണ് നമ്മൾ പിടിച്ച് മാറ്റുന്നത്. ഇനിയിപ്പോൾ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നോർമൽ ലൈഫായി. അത് അവർ ഇതുവരെ എങ്ങനെയാണോ ജനിച്ചത് മുതൽ വളരുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഇനിയും വളരാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഞാനൊരു ക്വാർട്ടർ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം ഇതിലേക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഗ്രാജുവലായിട്ട് ടോപ്പപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സഡൻ ചേഞ്ച് ഇല്ലാതെ തന്നെ നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കുഞ്ഞുങ്ങളിപ്പോൾ പല പ്രായത്തിലുള്ളതും കാണും. ഇതിൽ ഇന്നുണ്ടായതുണ്ടാവാം, ഇന്നലെ ഉണ്ടായതുണ്ടാവാം, ഒരാഴ്ച മുമ്പ് ഉണ്ടായതുണ്ടാവാം. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒരു ക്വാളിറ്റിയോടെ ഒരു മാസത്തോളമെങ്കിലും വളർത്തിയിട്ട് തിരിച്ച് ഒരു സെപ്പറേറ്റ് മിക്സഡ് ഗപ്പി ടാങ്ക് ആക്കാനും കുഴപ്പമില്ല, അല്ല ഇതിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു പുതിയ തലമുറ ഉണ്ടായി കിട്ടുള്ളൂ. ഇതിലെങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒരു 100-ന് മേലെ, ചിലപ്പോൾ 200 വരെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടായേക്കാം. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറേ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കുറച്ചുകൂടെ വലിയൊരു ടാങ്കിനകത്തിട്ടാണ് വളർത്തുക. ഈ ടാങ്ക് മതിയാവാതെ വരും അങ്ങനെ ആകുമ്പോൾ. മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങളെയൊന്നും ആരും സെപ്പറേറ്റ് വളർത്തിയെടുക്കാറില്ല എന്നൊന്നും കമൻ്റ് ഇടണ്ട. കാരണം ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റീസൺ ആദ്യം പറഞ്ഞു കഴിഞ്ഞു.
നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചു. എന്നാൽ ഇനിയും അതിനേക്കാളും കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇനിയും ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ നിറയെ കുഞ്ഞുങ്ങളാണ് ഇനിയും. ഉണ്ടല്ലേ, നിറയെ കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു വലിയ ടാങ്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരാം. കാരണം ഇതിനകത്തിപ്പോൾ ഒരുപാട് അഡൽട്ട്സ് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരാം. അപ്പോൾ മിക്സഡ് ഗപ്പികളെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് പിടിച്ച് മാറ്റി വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.